ഏതാണ്ട് 25 വർഷം മുൻപ് വരെ ഇന്ത്യൻ നഗരങ്ങളിൽ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ഒപ്പം സമയം ചെലവഴിക്കാൻ സ്വസ്ഥമായ ഇടങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കൂട്ടമായി സമയം ചെലവഴിക്കാൻ ഇടങ്ങൾ ഒരുപാടാണ്. മിഡിൽ ക്ലാസ്സിന് ആഴ്ചയിൽ ഒരിക്കൽ സിനിമ, ഭക്ഷണം, ഷോപ്പിംഗ്, കറക്കം എന്നിവയൊക്കെ പ്ലാനിലുണ്ടെങ്കിലും വർദ്ധിച്ച ട്രാഫിക് തലവേദനയായി. ഇതെല്ലാം ഒറ്റയടിക്ക് സാധ്യമാകുന്ന ഇടങ്ങൾ എന്ന നിലയിലാണ് മാളുകൾക്ക് പ്രിയമേറിയത്. 10-15 വർഷങ്ങൾക്ക് മുൻപ് 1-2 മാത്രം ഉണ്ടായിരുന്ന മാളുകൾ ഇന്ന് നഗരപ്രാന്തങ്ങളിൽ പോലും ധാരാളമായി കാണാം. എന്നാൽ ഇവയെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഉപേക്ഷിക്കപ്പെടുകയോ നിഷ്ക്രിയമായി കിടക്കുകയോ ചെയ്യുന്ന മാളുകളുടെ എണ്ണം രാജ്യത്ത് പെരുകുകയാണ്. 32 ഇന്ത്യൻ നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന 365 മാളുകളിൽ ഏകദേശം 20% പ്രേത മാളുകളായി മാറിയിരിക്കുന്നു. 50%-ലധികവും ഒഴിഞ്ഞുകിടക്കുന്ന മാളുകളെയാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. മാൾ സംസ്കാരം തുടങ്ങിയ കാലത്ത് നിർമ്മിക്കപ്പെട്ടവയിൽ പലതും ഇന്നത്തെ ഷോപ്പിംഗ് ശിലകളായി ചേർന്നു പോകുന്നവയല്ല. ഉപഭോക്താക്കളുടെ ഷോപ്പിംഗ് രീതികളോട് ചേർന്ന് പോകാത്തതും ബ്രാൻഡുകളുടെ മാറ്റവും നേരിട്ടുള്ള അനുഭവം അടിസ്ഥാനമാക്കിയുള്ള പുതിയ റീറ്റെയിൽ ഫോർമാറ്റുകളുമൊക്കെയാണ് ഇവയ്ക്ക് തിരിച്ചടിയാവുന്നത്. മാളുകളുടെ രൂപകൽപ്പനയിലെ അപാകതകളും എടുത്തു പറയണം. ആശയക്കുഴപ്പമുണ്ടാകുന്ന ലേഔട്ടുകൾ, ഇരുണ്ട കോണുകൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടനാഴികൾ, വേണ്ടത്ര വെളിച്ചവും വായുസഞ്ചാരവും ഇല്ലാത്ത അവസ്ഥ എന്നിവയൊക്കെ ആളുകളെ പഴയകാല മാളുകളിൽ വീണ്ടും സന്ദർശിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. പഠനത്തിൽ തിരഞ്ഞെടുത്ത മാളുകളുടെ എല്ലാം സ്ഥലവിസ്തൃതി ഒന്നായി കണക്കാക്കുമ്പോൾ 134 മില്യൺ ചതുരശ്ര അടി വരും. ആകെ പ്രോപ്പർട്ടികളിൽ 74 എണ്ണത്തിലായി 15.5 മില്യൺ ചതുരശ്ര അടി ഉപയോഗശൂന്യമായി ഗോസ്റ്റ് മാൾ വിഭാഗത്തിൽ പെട്ടുകിടക്കുന്നു. ഇവ മൂലം നിലവിൽ നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിലും ഈ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിച്ചാൽ 100 കണക്കിന് കോടി വാടക വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട്. കാലത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി മാളുകൾ നവീകരിക്കുക എന്നതാണ് പ്രതിവിധി. നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇടങ്ങളുള്ള 15 കേന്ദ്രങ്ങൾക്ക് ഉയർന്ന വരുമാന സാധ്യതയാണുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് മാത്രം 357 കോടി വാടക വരുമാനം ഉണ്ടാക്കാനാകും. ടയർ 1 നഗരങ്ങളിലെ കണക്കെടുത്താൽ നിലവിൽ പ്രവർത്തനരഹിതമായ ഇടങ്ങളിൽ നിന്നും 236 കോടിയുടെ വരുമാന സാധ്യതയുണ്ട്. ടയർ 2 നഗരങ്ങളിലെ മാളുകൾ മെച്ചപ്പെടുത്തിയാൽ 121 കോടിയും വരുമാനത്തിൽ നേടാനാകും. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ മോശം അവസ്ഥയിലായ ഷോപ്പിംഗ് മാളുകൾ ഏറ്റെടുക്കുകയോ ഉടമകളുമായി പങ്കാളിത്തം സ്ഥാപിച്ച് ആധുനിക രീതിയിൽ നവീകരിക്കുകയോ ചെയ്താൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകും. വിശേഷിച്ച് ഉൾപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ജീവിതം പറിച്ചു നടുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നിലവിലെ ട്രെൻഡുകൾക്ക് അനുസൃതമായി ഇത്തരം മാളുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കുമെന്നും പഠനത്തിൽ നിന്നും വെളിവാകുന്നുണ്ട്.